പക്ഷേ ഈ നാടകം എന്ന ആ ഒരു ആർട്ട്, ആ ഒരു കല, അത് ഗുരുമുഖത്തുനിന്ന് പഠിക്കേണ്ടതാണെന്നും ഒരുപാട് പഠിക്കാനുണ്ടെന്നും അപ്പോഴാണ് നാടകം പൂർണ്ണമാവുള്ളെന്നും അത് പഠിച്ച് പൂർണ്ണമാക്കാൻ ഒരു വ്യക്തിക്കും ഇന്നവരെ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയൂല. കാരണം അത് അനന്തമായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് ഈ അഭിനയ പഠനം. അഭിനയ പഠനം എന്ന് പറയുന്നത്. അപ്പം അതിന് നാടകത്തിനെ സീരിയസ് ആയിട്ട് നോക്കിക്കാണാൻ തുടങ്ങിയത് ശേഖര തണിക്കലിൻ്റെ കളരിയിൽ തന്നെയാണ്. ഞാൻ അവിടെ ചെന്നപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ അത്ര പഠിക്കാൻ അത്ര മിടുക്കണമെന്നല്ലായിരുന്നു. ഏതാണ്ട് 10ാം ക്ലാസ് വരെയൊക്കെ എത്തി. 10ാം ക്ലാസ് തോറ്റു. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു 10ാം ക്ലാസ് ഒന്ന് മറികടക്കണം എന്നുള്ള നിലയ്ക്ക് ആ കാലത്ത് ബോധി ട്യൂട്ടോറിയൽ കോളേജ് അത് വളരെ ഫേമസ് ആണ്. എത്ര മണ്ടന്മാരായാലും അദ്ദേഹം ജയിപ്പിച്ചിരുന്നു. അതിനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു ആ കോളേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലയിടത്തു നിന്നും ആ കോളേജിലേക്ക് കുട്ടികൾ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇടമുണ്ട്. അപ്പോൾ അവിടെ പോയി പഠിച്ചാൽ എങ്ങനെയും 10ാം ക്ലാസ് പാസ് എടുക്കാം എന്നുള്ള എനിക്കാണ് അവിടെ ചെന്ന് പെടുന്നത്. അവിടെ ചെന്ന് പെട്ടപ്പോഴാണ് അദ്ദേഹം വെറും കുട്ടികൾക്ക് പഠനം മാത്രമല്ല, നമ്മൾ ഒരു സാംസ്കാരിക നിലവാരവും അതുപോലെ തന്നെ സാമൂഹിക നിലവാരവും, അത് സമൂഹത്തിനോട് പെരുമാറേണ്ടതും ഇതൊക്കെ കൂട്ടിക്കലർത്തിയിട്ടുള്ള ഒരു പഠനമാണ് അവിടെ. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പഠനം. അവിടെ ഒരു ഗുരു ശിഷ്യൻ എന്നുള്ളൊരു വ്യത്യാസമൊന്നുമില്ലാതെ അവിടെ നല്ല ലൈബ്രറി ഉണ്ട്, കുറേ പുസ്തകങ്ങൾ വായിക്കാൻ തരും. അതുപോലെ തന്നെ നാടകങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും, കവിയരങ്ങുകൾ നടക്കും, ചിത്രപ്രദർശനങ്ങൾ നടക്കും. അങ്ങനെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഈ കവിയരങ്ങുകളൊക്കെ ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത്. അവിടെ അപ്പോൾ ഒരു വ്യക്തിയെ 10ാം ക്ലാസ് പാസ്സാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് സമൂഹത്തിന് നന്മയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുക, സമൂഹത്തെ അറിയുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുക എന്നുള്ളൊരു നിലവാരമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അവിടെയാണ് ഈ നാടകം കയറി വരുന്നത് എനിക്ക്. അപ്പം ഞാൻ നാടകത്തിൽ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട്, അമേച്ചർ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ നാടകത്തിൽ എനിക്ക് നല്ലൊരു വേഷം തരുന്നു, അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു. തുടർന്ന് അവിടെ നിന്ന് അങ്ങോട്ട് വേലൂർ കേന്ദ്രീകരിച്ച്, ബോധി കേന്ദ്രീകരിച്ചിട്ട് ഏതൊക്കെ നാടകങ്ങളുണ്ടോ അതിലൊക്കെ ഒരു ഭാഗം ഞാനുണ്ടാകും. അത് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ ബന്ധം, ആ നാടക ബന്ധം തുടർന്ന് ഒരുപാട് നാടകങ്ങൾ, കബന്ധങ്ങൾ, അതുപോലെ തന്നെ പ്രവാചകരെ കല്ലെറി എന്നുള്ളൊരു ഒരു വലിയ നാടകമാണ്. അതുപോലെ തന്നെ തേവരുടെ ആന, കള്ളക്കോലങ്ങൾ, ഇങ്ങനെ പറഞ്ഞു ഒട്ടേറെ നാടകങ്ങൾ അവിടെ അവതരിപ്പിക്കപ്പെട്ടു. അപ്പം അവിടെ നിന്നുള്ള കളരി ഞാൻ എൻ്റെ നാട്ടിലേക്കും പറിച്ച് നടാൻ ഒരു ചെറിയ ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഒരു നാടക ഗ്രൂപ്പൊക്കെ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ശേഖരമാഷയുടെ ശിക്ഷണത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ നമ്മൾ പകർന്നു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. ആ ഒരു ദൗത്യം ഞാനും ചെയ്തു. ഇപ്പോൾ കാവീട് എന്ന ഗ്രാമം ഒരു നാടക ഗ്രാമമായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന തലത്തിലേക്കൊക്കെ വന്നു. പിന്നെ അതിനൊക്കെ ഇടിവ് വന്നു. പിന്നെ ഇപ്പോഴാണ് ഇവിടെ എൻ്റെ വീട്ടിലൊരു നാടക ക്യാമ്പും നാടക കളരിയും നാടക പ്രദർശനങ്ങളും. ഗ്രാമങ്ങളിലൊക്കെ ഒരുപാട് നാടക സംഘങ്ങളുണ്ടായിരുന്നു, അമേച്ചർ നാടക സംഘങ്ങൾ. അവർക്കൊക്കെ ഈ നാടക പരിശീലനം നടത്താനുള്ള ഒരു ഇടം ഒരു പഞ്ചായത്തിലും ഇല്ല. സൗജന്യമായിട്ട് പൈസ കൊടുക്കാതെ അവരുടെ നാടക കലാപരിശീലനങ്ങൾ, നാടകം മാത്രമല്ല നൃത്തമായ പരിശീലനം നടത്താൻ ഒരു ഇടം എവിടെയില്ല. ഉണ്ടായിരുന്നതൊക്കെ ഇപ്പോൾ വല്ല കല്യാണ മണ്ഡപങ്ങളായിട്ടും വലിയ വലിയ വാടക ഒക്കെ ആയിട്ടും ഒരു 22,000 രൂപ 25,000 രൂപയൊക്കെ വാടക കൊടുത്തിട്ട് ഒരു ഓഡിറ്റോറിയം എടുത്ത് നാടകം നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണത്. അപ്പം അങ്ങനെ എൻ്റെ ഉള്ളിലുള്ളൊരു ആഗ്രഹമായിരുന്നു നമ്മളുടെ ഈ ഗ്രാമത്തിൽ സൗജന്യമായിട്ട് നാടകം കളിക്കാൻ ഒരു ഇടം വേണം. അപ്പോൾ നമ്മൾ അതിൻ്റെ അധികാര തലത്തിലൊക്കെ ഒരുപാട് നിവേദനങ്ങളും ഒരുപാട് ചർച്ചകളൊക്കെ നടത്തിയിട്ട് അത് നടന്നില്ല. അപ്പോൾ എൻ്റെ വലിയൊരു ഡ്രീമാണത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഡ്രീം ഇപ്പോൾ ഞാൻ ഇല്ലാതാവുന്നതിന് മുമ്പ് എനിക്കത് നടത്തണം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ ഈ എൻ്റെ 10 സെൻറ്റ് ഭൂമിയാണത്, 5 സെൻറ്റിലാണ് ഈ വീട് ഇരിക്കുന്നത്. ആ 5 സെൻറ്റിലാണ് ഇപ്പോൾ ചെറിയ സ്റ്റേജ്, എന്നാൽ ഒരു നാടകമൊക്കെ ഇഷ്ടംപോലെ നാടകങ്ങൾ പരിശീലിക്കാനും വേണമെങ്കിൽ കുറച്ച് ഓഡിയൻസിനെ നിർത്തി കാണിക്കാനും പറ്റുന്ന ഒരു ഇടം അത് സാധിപ്പിച്ചെടുത്തതാണ്. അത് ഞാൻ അന്നേ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുന്നു, നാട്ടിലെ കലാകാരന്മാർക്ക് വിട്ടുകൊടുക്കുന്നു. എവിടേക്ക് നിങ്ങൾക്ക് വന്ന് റിഹേഴ്സൽ ചെയ്യാം, നിങ്ങൾക്ക് പെർഫോം ചെയ്യാം, അതിനുള്ളൊരു ഇടം. എൻ്റെ ഒരു ഡ്രീം, എൻ്റെ ഒരു സ്വാർത്ഥതയാണ് അത്. പലയിടത്തും വിമർശിക്കപ്പെട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പുതിയ തലമുറ സിനിമയിലും നാടകത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ തെറ്റായ കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. പുതിയ തലമുറയ്ക്ക് ഒരു നാടകബോധം ഉണ്ടാക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഇതൊന്ന് വിട്ടുവിട്ട് സാംസ്കാരിക തലത്തിൽ നിന്ന് വിട്ടുവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഞാനിപ്പോൾ ഒരു വർഷം ഈ സംഗീത നാടക അക്കാദമിയുടെ പ്രൊഫഷണൽ നാടക മത്സരത്തിൻ്റെ ജഡ്ജായിരുന്നു. അപ്പോൾ അവിടെ 5 ദിവസം കൊണ്ട് 10 നാടകങ്ങളാണ് അവതരിപ്പിച്ചത്. ഈ 5 ദിവസവും ആ റീജിയണൽ തിയേറ്റർ ഹൗസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഹൗസ്ഫുള്ള് നിറഞ്ഞ് തിങ്ങി പുറത്ത് നിന്നിട്ടൊക്കെയാണ് ആൾക്കാർ കണ്ടിരുന്നത്. പക്ഷെ ഞാൻ തിരയുന്നത് ആ ഓഡിറ്റോറിയത്തിന് ബാക്കിൽ, ജഡ്ജാണെങ്കിൽ പോലും ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിലേക്ക് നമ്മൾ തെരഞ്ഞു നോക്കിയിരുന്നത് ഏതെങ്കിലും യുവാക്കൾ അതിൻ്റെ ഉള്ളിലുണ്ടോന്നാണ്. ഒരു 20 വയസ്സിന് ചോടയുള്ള ആരും തന്നെ ഈ 5 ദിവസവും ആ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി നോക്കാനേ വന്നിട്ടില്ല. അത് എന്നെ വല്ലാതെ ഒരു വേവലാതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളത് അക്കാദമിയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ജനറേഷൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നാടകം കാണാൻ ആരും ഉണ്ടാവില്ലേ എന്നുള്ളൊരു ഭീതിയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഒരു കുട്ടികൾ പോലും ഈ നാടകശാലയിലേക്ക് വരുന്നില്ല. ആ മത്സരം ഒഴിച്ചു നിർത്തിയാൽ വേറെയും കുറേ നാടകോത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നാടകം കാണാൻ ആൾക്ക് ഒരു കുറവുമില്ല, ഹൗസ്ഫുള്ളാണ്. എല്ലാ ഇതിലും ഹൗസ്ഫുള്ളാണ്. ഈ നാടക മത്സരങ്ങളായാലും നാടക വാരമായാലും നാടക ആഘോഷമായാലും എന്തൊക്കെയായാലും പല രീതിയിൽ നടക്കുന്നുണ്ടല്ലോ. അവിടെയൊക്കെ തന്നെ ഈ ഒരു 20 വയസ്സിന് താഴെയുള്ള ഒരു യുവാക്കളെയും യുവതികളെയും ആ നാടകശാലയിൽ കാണാൻ പറ്റില്ല എന്നത് ഒരു നാടക പ്രവർത്തകൻ എന്നുള്ള എനിക്ക് വല്ലാതെ വേവലാതി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കരിവള്ളൂർ മുരളിയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊരു സത്യമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മളെ സാംസ്കാരിക വകുപ്പിനോട് ഈ കാര്യം സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. ഈ കഴിഞ്ഞ മുമ്പത്തെ വർഷം മുഖാമുഖം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ഈ വർഷം നേർക്ക് നേർ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ഉന്നയിച്ചൊരു വിഷയം ഇതാണ്. നമ്മളെ ഈ നാടകശാലയിലേക്ക് അവർക്ക് കുട്ടികളിൽ നാടക ബോധം ഉണ്ടാക്കുക എന്നുള്ളൊരു രീതി. കുട്ടികളാണ് ഇനിയിപ്പോൾ നമ്മളുടെ ഈ തലമുറ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാണ് നാടകം കാണാണ്ടാവുക എന്നുള്ളൊരു വേവലാതിയുടെ കാര്യത്താണ് ചോദിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ സ്കൂൾ തലത്തിൽ നമ്മളെ പാഠ്യവിഷയത്തിൽ പോലും നാടകം എന്ന ഒരു കാര്യം ഉൾപ്പെടുത്തില്ലെങ്കിൽ പോലും അവർക്ക് നാടകം കാണാനൊരു അവസരം ഉണ്ടാക്കിക്കൊള്ളു. പല കുട്ടികളോടും നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾ നാടകം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ജീവിതത്തിലേ നാടകം കണ്ടിട്ടില്ല. നാടകം കാണാത്ത കുട്ടികളാണ് അവരൊക്കെ. അവരുദ്ദേശിക്കുന്നത് ഒരു പഠനം മാത്രമല്ല. മനുഷ്യൻ്റെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നത് പഠനം കൊണ്ട് മാത്രമല്ല. അപ്പോൾ ഈ സ്കൂൾ തലങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇങ്ങനെ ഒരു നാടകം എന്ന കലയുണ്ട്. നാടകം മാത്രമല്ല, മറ്റു കലകളൊക്കെ, നൃത്തമുണ്ട്, കഥകളിയുണ്ട്. മറ്റുള്ള നമ്മളെ കേരളത്തിലുള്ള അത്രയും കലകൾ വേറെ ഒരു നാട്ടിലുമില്ല. അപ്പം അതൊക്കെ കുട്ടികൾ അറിയണം. ഇപ്പം നമ്മളുടെ കുട്ടികൾ നിർഭാഗ്യവശാൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഏത് ജോലി കിട്ടും, ആ ജോലിക്ക് എത്ര ശമ്പളമുണ്ട്, ആ ശമ്പളം പറ്റാനുള്ള ഒരു രീതിയിലേക്ക് പോകുന്നു. അവർ ലോകം അറിയുന്നേ ഇല്ല. ഒരു മനുഷ്യത്വമുള്ള ഒരു കുട്ടിയെ ഒരു പൗരനെ വാർത്തെടുക്കാൻ നമ്മൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് പറ്റുന്നില്ല. അതിന് പറ്റണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്കൂൾ തലത്തിലേ തുടങ്ങണം. ഈ വിശേഷം ഇവിടം കൊണ്ട് തീരില്ല. കാരണം ആൾക്ക് പോകേണ്ടതും ഷൂട്ടിംഗ് ഉള്ളത് കൊണ്ടും അതേമാതിരി തന്നെ തിരക്കുള്ളത് കൊണ്ടും ഒരുപാട് സമയം നമുക്ക് വേണ്ടിയിട്ട് പുള്ളി സ്പെൻഡ് ചെയ്ത് തന്നു. നമ്മളതിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ അറിഞ്ഞു. ഇനി ഒരുപാട് അറിയാനുണ്ട്. അതൊക്കെ കൂടി അറിയാൻ ഉള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. അത് കാരണം കൊണ്ട് നമ്മളിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.